ഒരിക്കൽ ഇതിൻ്റെ രുചി അറിഞ്ഞവർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാക്കും. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയൊരു കടായിലേക്ക് 1 കപ്പ് അളവിൽ പച്ചരിപ്പൊടി, വറുത്ത പച്ചരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ചൂടാകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ ശർക്കരയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ശർക്കര ഒന്ന് അലിയിച്ചെടുത്തിട്ട് അതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു അല്പം നെയ്യിലേക്ക് കുറച്ച് തേങ്ങാ കഷ്ണങ്ങളൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് നമ്മുടെ ശർക്കര പാനി ഒന്ന് അരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു പിഞ്ചളവിൽ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുന്നത് പോലെ ഈ ഒരു രീതിക്കൊന്ന് കുഴച്ചെടുക്കണം. ചെറുതായിട്ട് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് ഒരല്പം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുളയാക്കിയിട്ട് കൈവില് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ 4 വിരൽ പ്രസ് ആകുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉരുളകളും ആക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരെ തന്നെ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ആവിയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിടിക്കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുപോലെ ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.